ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണോ, നല്ല അടിപൊളി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചുമന്നിരിക്കുന്ന നല്ല അടിപൊളി നല്ല ഫ്രഷ് ബീഫ്. അപ്പോൾ ബീഫ് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോകണം. അതായത് ബീഫ് വെച്ച് നമ്മുടെ നാടൻ രീതിയിൽ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു ഗീവ് അവേ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗീവ് അവേ വീഡിയോ ഒന്ന് കാണുക. ഇതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്. ആ ഗീവ് അവേ വീഡിയോയിൽ എല്ലാവരും പങ്കെടുക്കണം. നമ്മുടെ മലയാളി വ്ളോഗർ ചാനൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരും ആ ഒരു ഗീവ് അവേ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ വേറൊന്നുമില്ല, ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അയക്കുക. അപ്പോൾ ആ നമ്പർ ഞാൻ ഓൾറെഡി നമ്മുടെ പഴയ വീഡിയോയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഗീവ് അവേ പങ്കെടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ബീഫ് സ്റ്റീക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കട്ടെ. കമാ. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണോ, നമ്മൾ നമ്മൾ ഈ ബീഫ് കട്ട് ചെയ്ത് നമ്മൾ ഓൾറെഡി മേടിച്ചപ്പോൾ തന്നെ കട്ട് ചെയ്ത് മേടിച്ചിരുന്ന പീസാണ്. ഇതാണ്ടോ, അധികം തിക്നെസ് ഇല്ല, എന്നാൽ ആവശ്യത്തിലേറെ തിക്നെസ്സും ഉണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫ്ലാറ്റായിട്ട് വേണം ഈ സാധനം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നമ്മൾ ചെറിയൊരു നല്ല ചുണ്ടുള്ളൊരു കത്തി വെച്ചിട്ട് ഈ ഇറച്ചി വേണ്ടോ ഇതെല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് കുത്തി ഒന്ന് ഹോളാക്കി കൊടുക്കണം ഇതിന്. കാരണം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇറച്ചിക്കകത്ത് ഇതിൻ്റെ നമ്മൾ ചേർക്കുന്ന മസാലയെല്ലാം നല്ലപോലെ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനിങ്ങനെ കത്തി വെച്ച് ഹോൾസ് ആക്കി കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ഈ കത്തി വെച്ച് ഇതേപോലെ ഈ ഇറച്ചി മൊത്തം ഇതുപോലെ നല്ല ചെറിയ ഹോൾസ് ആക്കി ചെയ്തെടുക്കണം. കാരണം എന്നാൽ ഇതിനകത്ത് എല്ലാം നമ്മുടെ മസാലയുടെ എസൻസ് ഒക്കെ ഇറങ്ങിയാൽ ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതേപോലെ ഇപ്പോൾ നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന ഈ ഇറച്ചിയെല്ലാം ഇതുപോലെ നമുക്ക് കുത്തി റെഡിയാക്കി എടുക്കാം. നമ്മൾ കത്തി വെച്ച് കുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, കൈക്ക് കുത്ത് കിട്ടരുത്. കൈക്ക് കുത്തി കിട്ടിയാൽ നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് കൈക്ക് കുത്ത് കിട്ടാതെ നല്ല വൃത്തിയായിട്ട് ഇത് കുത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം ഇതാണോ നല്ല ഹോളൊക്കെ കത്തി വെച്ചെല്ലാം കുത്തിപ്പറിച്ച് കീറി നല്ല സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇതിനൊക്കെ വേണ്ട കുറച്ച് മസാല കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എന്താ പറയുന്നത്, നമ്മുടെ സോയാ സോസ്. ഇതുണ്ടോ, ശകലം സോയാ സോസ് എല്ലാം ഇതിൻ്റെ മണ്ടക്കയിലത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി സോസ്, ശകലം ഗരം മസാല, ഗരം മസാല ചില ഇറച്ചി മസാല, അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഉപ്പ്, ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്, അത് മറന്നുപോയി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നാരങ്ങാ നീര് വേണ്ട, നമ്മുടെ നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ നമ്മുടെ ഈ ഇറച്ചി മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ആ മസാല ഉണ്ടല്ലോ ഈ ഇറച്ചിയിലേക്ക് നല്ലപോലെ പിടിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഈ ഇറച്ചിയിലേക്ക് ഈ മസാല എല്ലാം ഒന്ന് തേച്ച് നല്ലപോലെ പിടിപ്പിക്കാം. ബീഫിലേക്ക് കണ്ട ആ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10-20 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ നോക്കണം. ആ മസാല എല്ലാം നമ്മുടെ ഈ ഇറച്ചിയിലേക്ക് പിടിക്കണം. അപ്പോൾ നമുക്കിതൊരു അടച്ചൊരു 10-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. മസാലയിലേക്ക് ഇതെന്ത് പറയുന്നത്, ഇറച്ചിയിലേക്ക് മസാല എല്ലാം ഒന്ന് പിടിക്കാൻ. അപ്പോൾ ഏകദേശം 10-20 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മുടെ ബീഫെല്ലാം ആ മസാലയൊക്കെ അതിനകത്ത് ഇറങ്ങിയതാണ്. ഈ വെള്ളമെല്ലാം ഈ നമ്മുടെ ഈ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമായത് എല്ലാം ആ മസാലയൊക്കെ ഇപ്പോൾ ഏകദേശം അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ നമ്മൾ എൻ്റെ മണ്ടക്കലത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കല്ല് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു ശകലം ബട്ടർ ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബട്ടറെല്ലാം ഉരുകി ചേർന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് വേണ്ടോ ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളി, ഈ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം വെളുത്തുള്ളി നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. ഇത് നമ്മൾ തൊലി കളഞ്ഞാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ശകലവും കൂടെ ബട്ടർ, നമ്മുടെ ഇറച്ചിയുടെ മണ്ടയ്ക്ക് തന്നെ ബട്ടറും കൂടെ വെച്ച് കൊടുക്കാം. ഇത് തന്നെ ഉരുകി ഇറങ്ങി കൊടുക്കും. ഇതിപ്പോൾ നമ്മുടെ ആ വെളുത്തുള്ളിയുടെ ആ ഒരു എസൻസും പിന്നെ നമ്മുടെ ഈ ബട്ടറെല്ലാം കൂടി പൂരിക്ക് നമ്മുടെ ആ ഇറച്ചിയിലേക്ക് പിടിക്കണം. ഇതിപ്പം നമ്മൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്ത് നമുക്ക് ആ ഒരു പരുവത്ത്, അല്ലെങ്കിൽ ഇത് ആടി കരിഞ്ഞു പോകും. കാരണം ബീഫ് നമുക്കറിയാം ഓൾറെഡി ഇച്ചിരി വേവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ചില സമയം എടുത്ത് ഈ സാധനം നല്ല സെറ്റാക്കി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം ഈ ബട്ടറൊക്കെ ഉരുകി ബട്ടറും ആ വെളുത്തുള്ളി എല്ലാം അതാ നമ്മുടെ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ ഈ ഒരു സൈഡ് ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടറും കാര്യങ്ങളെല്ലാം ഉരുകി അത്യാവശ്യം ഒരു സൈഡ് ഇറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒന്നുകൂടെ തിരിച്ചിട്ട് അടുത്ത ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും വിട്ട് നമുക്ക് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം വെന്ത് ഏകദേശം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. കാരണം ബീഫിന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടായിരുന്നു. അതുപോലെ ഇത് വേകാനായിട്ട് നല്ല സമയമെടുത്ത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് പൊടിക്കൈയും കൂടെ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ ചില്ലി സോസാണ്. ഈ ചില്ലി സോസും കൂടെ നമുക്ക് ഒരു ട്രിപ്പ്, നമ്മൾ ആദ്യം ഇത് എന്താ പറയുന്നത് മസാല പുരട്ടാനായിട്ട് നമ്മൾ വെച്ചപ്പം ശകലം ചെയ്യാത്തതാണ് ചില്ലി സോസ്. ഈ ശകലം ചില്ലി സോസ് ചേർക്കുക, ഒരു ശകലം ടൊമാറ്റോ സോസും കൂടെ. കാരണം ഇതൊരു ചെറിയൊരു സോസി രൂപത്തിലാക്കി എടുക്കാനാണ് ഞാൻ ഇതും കൂടെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത്, കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ. ഇതായിപ്പോൾ നമ്മുടെ ആ ബീഫിലേക്ക് നമ്മുടെ ആ ടൊമാറ്റോയും ആ ചില്ലിയുടെയൊക്കെ സോസൊക്കെ ഇപ്പോൾ അതിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ നമ്മളിപ്പോൾ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വൈകുന്നേരമായി, അത്യാവശ്യം ഇരുട്ട് സമയമായി. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് ഈ സാധനം ഒന്ന് ടേസ്റ്റ് നോക്കാം. പൊന്നി ടേസ്റ്റ് ചെയ്യുമല്ലോടാ? യെസ്. അപ്പോൾ നമുക്ക് ഒരു പീസ് ആദ്യം എടുക്കാം. ഇതെടുത്തിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പം പുറമേ നിങ്ങൾ കാണുമ്പം ഇത് കരിഞ്ഞു പോയെന്ന് ആരും പറയരുത്. ഇത് സാധനം കരിഞ്ഞിട്ട് വന്നില്ല. നമ്മൾ ആ ഫ്രൈ ചെയ്തെടുത്തതിന് ഇതാണ്ടോ, സംശയമുള്ളവർക്ക് നോക്കാം. ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് സാധനം വെന്ത് നല്ല കിണ്ണനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ്ടോ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സാധനം. ഇതാ അപ്പോൾ ഒരു പീസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുക. കൊള്ളാടാ സാധനം. ഇതാണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ആ കത്തി വെച്ച് കുത്തി ഇതാക്കിയില്ലയോ, അതേപ്പോഴാണ് അത് അത്യാവശ്യം ഒരു വല മാതിരി ആയിട്ടിരിപ്പുണ്ട് സാധനം. ഇത് ഒരു സൈഡിന് തക്കാളി, നമ്മൾ ഉള്ളി കൂട്ടുന്നില്ല, തക്കാളിക്ക് എന്നാ വിലയല്ലേ. അപ്പം സാധനം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അല്ല ഇപ്പോൾ ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പം നാരങ്ങ നീരും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല മല്ലിയില, ഒരു ചെറിയ പീസ് മല്ലിയില വെച്ചിട്ടുണ്ട്.
പൊന്നിക്കും കൂടെ മല്ലിയില നോക്കട്ടെ. മല്ലിയിലയും വെച്ച് നാരങ്ങ നീര് ഒഴിച്ച സാധനം. കൊള്ളാവടാ. നമ്മൾ ആ ലാസ്റ്റ് ആ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ചേർത്തില്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ജ്യൂസി ടൈപ്പ്, അതായത് ആ സോസിൻ്റെ ഒരു ഇതുകൊണ്ട് വന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് എടുത്തോ. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ചില്ലി ഫ്ലെക്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് സാധനം. ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ, ഇത് വെന്ത് കിട്ടാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. അതർവൈസ് സാധനം അടിപൊളി. അപ്പം ഈ ഒരു സാധനം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് വെന്ത് നോക്കി പൊളി സാധനം വെച്ചാൽ നല്ല അടിപൊളി സാധനം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയണം, നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. അതായത് ഈ മാസത്തിൽ അത് തിരുവോണം കഴിഞ്ഞ് എൻ്റെ അടുത്ത നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗിവ് അവേക്കകത്ത് പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നെ മെയിനായിട്ട് കമൻറ്റ് ഇടാൻ മറക്കരുത്. കമൻറ്റാണ് മുഖ്യം. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു കിണ്ണം കച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോൾ ഓക്കെ ബൈ.